കഫാ ബിൽ മർഇ ഇസ്മൻ, ഒരു മനുഷ്യന് ധാരാളം തെറ്റുകൾ അയാളെപ്പറ്റി രേഖപ്പെടുത്താൻ മതി. എന്തു മതി? അൻ യുഹദ്ദിഥ, ഹദ്ദഥ യുഹദ്ദിഥു ഹദീസൻ എന്ന് പറഞ്ഞാൽ വർത്തമാനം പറയാൻ. അൻ യുഹദ്ദിഥ, ഒരു മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തു പറയാ? ബിക്കുല്ലി മാ സമിഅ, ചെവിയിൽ കേൾക്കുന്നത് മുഴുവൻ പറയാ. ഞാൻ അങ്ങനെ കേട്ടു, ഈ കേട്ടോ? ഇല്ല. എന്നാ അങ്ങനെ ഉണ്ടോലോ? എവിടെന്ന്? അതവിടെ പറയുന്നുണ്ട്. ആര്? ഞാൻ ഇസ്ലാം സെൻ്ററിൽ പോയപ്പോൾ അവിടെ പറയുന്നുണ്ട്. ആര് പറഞ്ഞു? അവിടെ ഏതോ രണ്ട് ചെക്കന്മാർ. ഒരു അറിയോ? എനിക്കറിയൊന്നുമില്ല. അപ്പം താഴോട്ട് പോയ അടിസ്ഥാനമൊന്നും ഉണ്ടാവില്ല. പക്ഷേ കേട്ടത് മുഴുവൻ ഒരു മനുഷ്യൻ നരേറ്റ് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക, ഉദ്ധരിക്കുക, ഫോർവേഡ് ചെയ്യുക എന്ന് പറയാൻ നിന്നാൽ ഒരു മനുഷ്യന് വേണ്ടുവോളം തെറ്റ് കിട്ടാൻ അതുതന്നെ മതി എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ യുഹദ്ദിഥ എന്ന് പറഞ്ഞാൽ ഹദീസ് പഠിപ്പിക്കുക എന്നോ പറഞ്ഞു കൊടുക്കുക എന്നല്ല, വർത്താനം പറയാന്നർത്ഥം. കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുഹദ്ദിഥ ബികുല്ലി മാ സമിഅ, കേട്ടത് മുഴുവൻ പറയാൻ നിൽക്കേണ്ടെന്ന്. നമ്മൾ കേൾക്കുന്നതിൽ ചവറും ഉണ്ടാവും, നല്ലതുണ്ടാവും, നല്ലതല്ലാത്തതൊക്കെ ഉണ്ടാവും. അടിസ്ഥാനമുള്ളത്, സത്യസന്ധമായത്, നല്ല കാര്യങ്ങൾ, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇൽമ്, അത് പറഞ്ഞു കൊടുക്കണം. അതെന്ത് ചെയ്യരുത്? പറയാതിരിക്കരുത്. അല്ലാത്തത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ധാരാളം തെറ്റുകൾ അതിൻ്റെ പിന്നാലെ മലക്കുകൾ എഴുതി വെക്കും. ആ ന്യൂസ് നമ്മൾ ആർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അയാൾ ആർക്ക് ഫോർവേഡ് ചെയ്യുന്നു, അയാൾ ആരോടൊക്കെ അത് ചർച്ച ചെയ്യുന്നു, ഏതൊക്കെ സഭയിൽ പോയിട്ട് കൗതുകത്തോടത് അവിടെ പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെ പറയുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകളുടെയൊക്കെ കുറ്റം ഇതാദ്യമായി ന്യൂസ് വിട്ട നിങ്ങൾക്കുണ്ടാവും എന്നാണ് പറഞ്ഞതിനർത്ഥം. കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുഹദ്ദിഥ ബികുല്ലി മാ സമിഅ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഉമ്മത്തൊരു ക്വാളിറ്റി ഉമ്മത്താവണം എന്നാണ്. നല്ല വാല്യുബിൾ ആയിട്ടുള്ള കാര്യമേ നമ്മൾ സംസാരിക്കാവൂ.